രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി മുസ്ലിം ലീഗിൽ ഭിന്നത. യുവാക്കൾക്ക് മുൻഗണന നൽകണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തി. PK ഫിറോസ്, ഫൈസൽ ബാബു, ഹാരിസ് ബീരാൻ എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. എന്നാൽ രാജ്യസഭയിലെത്തേണ്ടത് പരിണിതപ്രജ്ഞരാണെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി പറഞ്ഞു. പ്രായമുള്ളവരല്ല പരിണിതപ്രജ്ഞരെന്ന് PK ഫിറോസും തിരിച്ചടിച്ചു. രാജ്യസഭയിലേക്കില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചതോടെ യൂത്ത് ലീഗുകാർ രാജ്യസഭയിൽ പ്രതീക്ഷ വെച്ചു തുടങ്ങി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും ദേശീയ സെക്രട്ടറി ഫൈസൽ ബാബുവും ഔദ്യോഗിക പട്ടികയിലുണ്ട്. യൂത്ത് ലീഗ് മുൻ ജനറൽ സെക്രട്ടറി PM സാദിഖലിയുടെ പേരും ലീഗിന്റെ സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാന്റെ പേരും ചർച്ചയിൽ ഉയർന്നു വന്നു. എന്നാൽ യുവാക്കളെ രാജ്യസഭയിലേക്ക് വിടുന്നതിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നേടാൻ യൗവനം ബാക്കിയുള്ളവർ രാജ്യസഭ ആഗ്രഹിക്കുന്നതിനുള്ള വിരോധാഭാസം ചിലർ ചൂണ്ടിക്കാട്ടുന്നു. പരിണിതപ്രജ്ഞർ രാജ്യസഭയിൽ വേണമെന്ന KM ഷാജിയുടെ പ്രസ്താവന ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. രാജ്യസഭയുടെ ഈ അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ ഏറ്റവും പരിണിതപ്രജ്ഞരായ ആളുകൾ പക്ഷേ ഒരു കണ്ടസ്റ്റ് ചെയ്തിട്ടൊക്കെ പിന്നെ അവരുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ കളികൾക്കിടയിൽ ജയിച്ചു വരാനൊന്നും വലിയ സാധ്യതകളില്ലാത്ത ആളുകൾ. എന്നാൽ അവരെ രാജ്യത്തിന് ആവശ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യമുണ്ട്. അവരുടെ ശബ്ദം നമ്മളെ നാട് കേൾക്കണം, അവർക്ക് പാർലമെൻ്ററി സിസ്റ്റത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ഉപരിസഭ. പരിണിതപ്രജ്ഞർ എന്നാൽ പ്രായമുള്ളവർ എന്നല്ല അർത്ഥം, പാണ്ഡിത്യമുള്ളവർ എന്നാണ് അർത്ഥമെന്ന് PK ഫിറോസിന്റെ മറുപടി. പരിണിതപ്രജ്ഞർ എന്ന് പറഞ്ഞാൽ എന്താ? മുതിർന്ന അർത്ഥമുണ്ടോ? പരിചയസമ്പന്നത. അതെ, ഒരു വിഷയത്തിൽ അവഗാഹമുള്ള ആളുകൾ എന്നല്ലേ സ്വാഭാവിക പാർട്ടി അങ്ങനെ അവഗാഹമുള്ള ആളുകളെ തീരുമാനിക്കുള്ളൂ. PMA സലാമിനെ രാജ്യസഭയിലേക്ക് അയച്ച് ഒഴിവ് വരുന്ന ജനറൽ സെക്രട്ടറി പദത്തിൽ MK മുനീറിനെയോ KM ഷാജിയെയോ അവരോധിക്കണമെന്നതാണ് ലീഗിലെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരുടെ ആഗ്രഹം. എന്നാൽ പാർട്ടിയിലെ അധികാര കേന്ദ്രം മാറുന്നതിൽ അതീവ ജാഗ്രതയിലാണ് കുഞ്ഞാലിക്കുട്ടി വിഭാഗം. റിപ്പോർട്ടർ, കോഴിക്കോട്.